മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ x raised to 4 log x dx. ഇത് 2020 ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് CBSE എക്സാമിന് ചോദിച്ചത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇന്റഗ്രൽ x raised to 4 log x ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? let I is equal to ഇന്റഗ്രൽ log x ആദ്യം into x raised to 4x. ഇപ്പോൾ ലോഗരിഥമിക് ഫംഗ്ഷൻ പോളിനോമിയൽ ഫംഗ്ഷൻ വന്നാൽ ലോഗരിഥമിക് ഫംഗ്ഷൻ നമ്മൾ ഫസ്റ്റ് എഴുതണം, അതുപോലെ പോളിനോമിയൽ ഫംഗ്ഷൻ രണ്ടാമത് എഴുതണം. അങ്ങനെ എഴുതുമ്പോൾ ഇനി നമ്മൾ ജനറൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുമ്പോൾ log x into ഫസ്റ്റ് ഫംഗ്ഷൻ into ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇന്റഗ്രൽ എന്താണ്? x raised to 4 ന്റെ x raised to 5/5 മൈനസ് log x ന്റെ ഡെറിവേറ്റീവ് എന്താണത്? 1/x. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താണത്? by 5 dx. That is x raised to 5 by 5 log x minus 1/2 പുറത്തേക്ക് ഇട്ടു. ഇന്റഗ്രൽ ഈ x ഉം വെട്ടി കഴിയുമ്പോൾ 4 വരും. ഇന്റഗ്രൽ x raised to 4 dx. That is x raised to 5 by 5 log x minus 1/5 x raised to 5 by 5. Then ഇനി നമുക്ക് ഒന്നുകൂടി അറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് ഇതിൽ നിന്ന് പുറത്തെടുക്കാം. x raised to 5 by 5 പുറത്തെടുക്കാം. അങ്ങനെ പുറത്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? log x minus 1 പ്ലസ് ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. x raised to 5 by 5 log x minus 1/5 പ്ലസ് ഇതാണ് ആൻസർ. ഇത് 2020 ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് CBSE എക്സാമിനേഷൻ ചോദിച്ചതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പോളിനോമിയൽ ഫംഗ്ഷനും ലോഗരിഥമിക് ഫംഗ്ഷനും വന്നാൽ ലോഗരിഥമിക് ഫംഗ്ഷൻ ആണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ലോഗരിഥമിക് ഫംഗ്ഷൻ ആദ്യം എടുക്കുക, പോളിനോമിയൽ ഫംഗ്ഷൻ രണ്ടാമത് എടുക്കുക. അതിനുശേഷം നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അതിന്റെ ഇന്റഗ്രേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് x raised to 5 by 5 ഇത് log x minus 1/5 പ്ലസ്. എഴുതിയെടുത്തോട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Next question. Next question എന്താണ്? Find integral 2x divided by cube root of x square plus 1. എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2020 ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ സെയിം ക്വസ്റ്റ്യനും 2020 ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? 2x divided by cube root of x square plus 1. ഇവിടെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? x square plus 1-ന് u എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 2x dx is equal to du. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തില് x dx 2x dx ന് വരെ എന്ത് കൊടുക്കാം? d divided by cube root of ഇവിടെ x square plus 1 എന്താണ്? u. ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്യാം? ഇന്റഗ്രൽ du divided by u raised to 1/3. അതിനെ എങ്ങനെ എഴുതാം? u raised to minus 1/3. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? u raised to minus 1/3 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u raised to minus 1/3 plus 1 by minus 1/3 plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? u raised to minus 1/3 plus 1 എന്ന് പറഞ്ഞാൽ minus 1 plus 3, അതായത് 2/3 divided by 2/3. That is 3/2 into u raised to 2. എന്ന് പറഞ്ഞാൽ എന്താണ്? 3/2 into u എന്ന് പറഞ്ഞാൽ എന്താണ്? x square plus 1 whole raised to 2. 3/2 into x square plus 1 whole raised to 2/3 plus c. അവസാനം നമ്മൾ പ്ലസ് ചെയ്യണം കേട്ടോ. ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ചെയ്ത റിസൾട്ട് ഏതാണ്? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്തത്. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇവിടെ ഇന്റഗ്രൽ du divided by cube root of u. Cube root of u എന്ന് പറഞ്ഞാൽ എന്താണ്? u raised to 1/3.
യു റേസ് ടു 1/3 നമ്മൾ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? യു റേസ് ടു -1/3. യു റേസ് ടു -1/3. യു റേസ് ടു -1/3 നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഏത് റിസൾട്ട് ഉപയോഗിച്ചത്? ഇന്റഗ്രൽ x റേസ് ടു n dx എന്ന് പറഞ്ഞാൽ എന്താണ്? x റേസ് ടു n + 1/n+1. ആ ഫോർമുല കൊടുക്കുമ്പോൾ x റേസ് ടു -1/3 + 1 ഡിവൈഡഡ് ബൈ -1/3 + 1. -1/3 + 1 എത്രയാണ്? 2/3. യു റേസ് ടു 2/3. താഴെ എന്താണ്? 2/3. ഈ 3 മുകളിലോട്ട് പോകുമ്പോൾ 3/2 x² + 1 4 റേസ് ടു 2/3 പ്ലസ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്. Next question. Third question. Integral -π/4 to π/4 sec² x dx. ഇത് 2020 ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. 2020 ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കാം -π/4 to π/4. ഇവിടെ ലിമിറ്റ് ഈക്വലന്റ് ആയിട്ട് ബട്ട് ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ sec² x എന്ന് പറഞ്ഞാൽ ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. എന്താണത്? -a to a f of x dx is equal to 2 times 0 to a f of x dx, where f of x is f of x ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് 2 times 0 to a f of x dx നേടാം. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതുന്നു? 2 times 0 to π/4 sec² x dx. 2 ഇനി sec² x ന്റെ ഇന്റഗ്രൽ എന്താണ്? d/dx of tan x എന്ന് പറഞ്ഞാൽ എന്താണ്? sec² x ആണ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് sec² x എന്തായിരിക്കും? tan x. ഇവിടെ നമ്മൾ tan x കൊടുക്കും. 0 to π/4. ഈ 2 into tan π/4 എന്താണ്? tan π/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. tan 0 എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ്? 2. ഈ പ്രോബ്ലത്തിന്റെ ആൻസർ എത്ര കിട്ടി? 2 എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. ഇവിടെ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഈവൻ ഫംഗ്ഷൻ, ഡെഫിനിറ്റ് ഇന്റഗ്രലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഇന്റഗ്രൽ -a to a f of x dx. -a to a f of x dx എന്ന് പറഞ്ഞാൽ എന്താണ്? 2 times 0 to a f of x dx. ആ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുക. ഇവിടെ sec² x ഒരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് we can apply the property of even function. അപ്പോൾ ഉടനെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ സാധിക്കും കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഇതെല്ലാം CBSE എക്സാമിനേഷന് മുൻ വർഷങ്ങളിൽ ചോദിച്ച പ്രോബ്ലംസ് ആണ്. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തോട്ടോ. ഓക്കെ.